ഇടപെടണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം കൂടി വരികയാണ്. അമേരിക്കയോട് ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയാണ് പാകിസ്ഥാൻ. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ, പ്രശ്നം വഷളാക്കാതെ ഇത് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ അമേരിക്ക നേരത്തെ തന്നെ ഇന്ത്യയോടൊക്കെ പറഞ്ഞിരുന്ന കാര്യം. ഇപ്പോൾ മാത്രവുമല്ല, പാകിസ്ഥാനുമായി സംസാരിച്ചിരുന്നു എന്നുള്ള വാർത്തയും നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് എന്താണ്? ഏതു തരത്തിലുള്ള അമേരിക്കൻ ഇടപെടലാണ് പാകിസ്ഥാന്റെ ആവശ്യം? പ്രധാനമായിട്ടും ഇന്ത്യയുമായി ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യം, തർക്കങ്ങൾ, അതെല്ലാം ഒഴിവാക്കാൻ ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ടിറങ്ങണം, ഇന്ത്യയുമായി സംസാരിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് അമേരിക്കയിലുള്ള പാകിസ്ഥാൻ്റെ അംബാസഡർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇതിൽ കടുത്ത ഉപരോധങ്ങൾ, നടപടികൾ നയതന്ത്ര തലത്തിലടക്കം ഇന്ത്യ പാകിസ്ഥാനെതിരെ എടുത്തിരിക്കുന്നു. ആ തർക്കങ്ങൾ വഷളാവുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് തന്നെ, അതായത് നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ള ഒരാൾ തന്നെ ഇറങ്ങി സംസാരിക്കണം, ഇടപെടണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അംബാസഡർ വ്യക്തമാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇന്ത്യക്കൊപ്പം അമേരിക്ക നിൽക്കുന്നു, ഭീകരവാദത്തിനെതിരെ എല്ലാ പിന്തുണയും അർപ്പിക്കുന്നു എന്നുള്ള പ്രതികരണങ്ങൾ വരുന്നതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ട് ഇടപെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നത്. അത് ഒരു അമേരിക്കൻ മാധ്യമത്തിന് പാകിസ്ഥാൻ അംബാസഡർ നൽകിയ അഭിമുഖത്തിലാണ്, ഇന്റർവ്യൂവിലാണ് ഈ പ്രതികരണമുള്ളത്. ഇങ്ങനെ ആവശ്യം ഉന്നയിക്കുകയല്ലാതെ എന്ത്? അർജുൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു രാജ്യം ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇവിടെ ഇത്തരത്തിലൊരു ആവശ്യം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഏതു തരത്തിലുള്ള സമീപനമാണ് അമേരിക്കൻ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് ആ തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ ഈ പാക് അംബാസിഡർ? ഇതിനെന്ത് മറുപടി ലഭിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ ലഭ്യമല്ല. കാരണം ഇത് ഒരു ഒരു പത്രമാധ്യമത്തിന് നൽകിയൊരു ഇൻ്റർവ്യൂവിൽ നടത്തിയൊരു പ്രതികരണം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇത് സർക്കാർ തലത്തിൽ ഈ ചർച്ച പോയിട്ടുമില്ല, സർക്കാർ തലത്തിൽ ഒരു അറിയിപ്പായിട്ട് പാക് അംബാസഡർ നൽകിയിട്ടുമില്ല. എന്തായാലും ഇന്ത്യക്കൊപ്പം നിലപാടെടുത്തുകൊണ്ട് അമേരിക്ക പറഞ്ഞ ഒറ്റ കാര്യം, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകരുത്, അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. അതായത് ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചും നഷ്ടങ്ങൾ ഏറെയായിരിക്കും, അത് ലോക സാമ്പത്തിക ഘടനയെ തന്നെ ബാധിക്കും, എക്കണോമിക്കൽ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകരുത്, മറിച്ച് ഭീകരവാദത്തെ വേരറുക്കാൻ വേണ്ടി എല്ലാ സഹായവും ഇന്ത്യക്ക് നൽകുമെന്നുള്ള കാര്യമാണ് അമേരിക്ക വ്യക്തമാക്കിയത്. അത് സർക്കാർ തലത്തിലായാലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഈ ഒരു പ്രതികരണം, ഈ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതായത് ഭീകരവാദത്തെ ചെറുക്കണം എന്നുള്ള കാര്യം. നിലവിൽ പാകിസ്ഥാൻ അംബാസിഡർ റിസ്വാൻ സയ്യിദ് ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നത് ഈ തർക്കം കുറച്ചുകൂടി രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് കളത്തിൽ ഇറങ്ങണമെന്നുള്ളതാണ്. ഇതിൽ അമേരിക്കയുടെ നിലപാട് എന്താണ്, പ്രതികരണം എന്താണ് എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണം ആയതുകൊണ്ട് തന്നെ ഇത് സർക്കാർ തലത്തിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് അർജുൻ, ഇവിടെ ഏറ്റവും പ്രധാനം ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് സംസാരിക്കണം എന്നുള്ള ആവശ്യമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മറ്റൊന്ന്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മദ്രസകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അത് ഏത് മേഖലകളിലായിട്ടുള്ള മദ്രസകളാണ് അടച്ചുപൂട്ടിയത്? ആ തീരുമാനത്തിന് പിന്നിൽ എന്താണ്? അക്ഷയ, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ, അതായത് പാക് അധീന കശ്മീരിലെ മദ്രസകളാണ് അടച്ചു പൂട്ടിയിരിക്കുന്നത്. 10 ദിവസത്തേക്ക് പൂട്ടുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിലെ മതകാര്യ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനൊരു കാരണമായി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഈ POKയിൽ നിലവിലുള്ള ഉഷ്ണതരംഗമാണ്. അതായത് വലിയ രീതിയിൽ ചൂട് കൂടുന്നു എന്നുള്ളൊരു ഔദ്യോഗിക വിശദീകരണം, നോട്ടിഫിക്കേഷനാണ് അവിടുത്തെ ആളുകൾക്ക് ഈ മദ്രസ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ റോയിട്ടേഴ്സിന് നൽകിയൊരു പ്രതികരണത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിൽ സൈനിക നടപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും. അതിൽ ഭയന്നിട്ട് കൂടിയാണ് ഈ ഒരു നടപടി. പക്ഷേ ആളുകൾ പാനിക് ആവേണ്ട, ആളുകൾ അവിടെയുള്ള പ്രദേശവാസികൾ ഭയപ്പെടേണ്ട എന്ന് കരുതിയിട്ടാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ, നോട്ടിഫിക്കേഷനിൽ അക്കാര്യം വ്യക്തമാക്കാതിരുന്നത്. ഉഷ്ണതരംഗമെന്ന് മാത്രം ഇരുന്നോട്ടെ എന്നുള്ള കാര്യം വ്യക്തമാക്കി അദ്ദേഹം 10 ദിവസത്തേക്ക് പൂട്ടിയിടുന്നു എന്നുള്ള കാര്യം നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. പക്ഷേ ഇന്ത്യയുടെ ഒരു സൈനിക നടപടി ഏത് നിമിഷവും അത് പാകിസ്ഥാൻ്റെ ഏത് ഭാഗത്തും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെതിരെയുള്ള നടപടികൾ, നീക്കങ്ങൾ കൈക്കൊള്ളുന്നു എന്നുള്ള ഭാഗമായിട്ടാണ് ഇപ്പോൾ മദ്രസകൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്.
അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാന് മേലെ ഏത് നിമിഷവും ഒരു പ്രഹരം ഏൽപ്പിക്കും എന്നുള്ളൊരു സംശയം, ഒരു ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് നേരത്തെ പാക് അംബാസഡർ അമേരിക്കയിൽ നരേന്ദ്രമോദിയെ നേരിട്ട് കശ്മീരിലെ മദ്രസകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. അങ്ങനെ കൂടുതൽ നടപടികൾ ഇരു രാജ്യങ്ങളും സ്വീകരിക്കുകയാണ്. അർജുൻ, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഇതാണ്. ഇന്ത്യൻ പാട്ടുകൾക്ക് പാകിസ്ഥാനിൽ വിലക്കേർപ്പെടുത്തുന്നു എന്നുള്ള വിവരം വരുന്നു. FM റേഡിയോ സ്റ്റേഷനുകൾക്ക് പാക് ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ത്യൻ പാട്ടുകൾക്ക് വിലക്കേർപ്പെടുത്തുകയാണ്. ഇന്ത്യൻ പാട്ടുകൾ ഒരു ഇടത്തും പ്ലേ ചെയ്യാൻ പാടില്ല എന്നുള്ള വിലക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. FM സ്റ്റേഷനുകൾ, റേഡിയോ സ്റ്റേഷനുകൾക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ദേശീയത മുൻനിർത്തിക്കൊണ്ട് രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യത്തിൽ ഇത്തരത്തിൽ ഇന്ത്യൻ പാട്ടുകൾക്ക് കൂടി, അതായത് കലാപരമായി നമുക്കറിയാം മറ്റൊരു തരത്തിൽ പാട്ടുകൾക്ക് വരെ വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ തരത്തിൽ വരെയുള്ള ഇടപെടലുകൾ, വിലക്കുകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ.